ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വാവ് ഗെയിമേഴ്സ്. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് വെച്ചാൽ നമ്മളെ സ്പെക്ട്രം സോങ്സ്, BGMലും ചെറുതൊരു സ്പെക്ട്രം സോങ്സ് എല്ലാം എങ്ങനെ ഉണ്ടാക്കുന്നതാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അതിന് മുമ്പ് ഞാൻ നിങ്ങൾക്കൊരു വീഡിയോ കാണിച്ചിട്ട് അതേപോലെയാണ് ചെയ്യാൻ പോകുന്നത്. ഉദാഹരണം നമ്മൾ ബിഗിലത്തെ ഒരു പാട്ടാണിത്. അപ്പോൾ ഇതേപോലെ എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് ഇന്ന് കാണിച്ചിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് തുടങ്ങുന്നത് ബെല്ലേക്കൊന്ന് അടിച്ചു പൊടിച്ചിട്ടേക്കാം. അപ്പോൾ ഗൈസ് നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗൈസ് നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ആപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ AV പ്ലെയർ എന്ന ഈ ആപ്ലിക്കേഷനാണ്. അപ്പോൾ വേഗം ഓപ്പൺ ആക്കുക. അത് ഓപ്പൺ ആയിക്കഴിഞ്ഞാൽ ആഡ്സെല്ലാം വരുവാണെങ്കിൽ ഭയങ്കര ഇൻ്റർഫേസ് ആയിരിക്കും വരിക. അതെങ്ങനെയായിരിക്കും കാണിക്കാം. അപ്പോൾ നമുക്കിഷ്ടമുള്ള സോങ് ഇവിടെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാവും. ഇവിടെ നമുക്കിഷ്ടമുള്ള സോങ് സെലക്ട് ചെയ്യാം. ഞാൻ തൽക്കാലത്തേക്ക് നമ്മൾ ജോക്കറിൻ്റെ സോങ് എടുത്തിന്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെയാണെന്ന് വെച്ചാൽ അതിനകത്തൊരു സ്പെക്ട്രം പ്ലേ ആവുന്ന കാണാൻ പറ്റും. നമുക്ക് മാറ്റണമെങ്കിൽ ഇവിടെ മോഡിലുള്ള ഇത് ക്ലിക്ക് ചെയ്യാം, ആ പെട്ടി പോലത്തെ. അപ്പോൾ അതിനകത്ത് കുറേ ഉണ്ടാവും ഇങ്ങനെ മാറ്റാൻ വേണ്ടിയിട്ട്. ഇഷ്ടമുള്ള സ്പെക്ട്രം വെക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ തൽക്കാലത്തേക്ക് ഈ സാധനം വെക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം സൈഡിലേക്ക് കൊണ്ടുപോകാം. പക്ഷേ ഇതിനകത്ത് ഇതിനകത്തേക്ക് നമ്മളെ ഫോട്ടോസും പിക്ചറൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ എന്തെങ്കിലും വെച്ചാൽ ഇവിടെ മുകളിൽ പെൻസിലിൻ്റെ ഒരു ഐക്കൺ കാണാൻ പറ്റും. അപ്പോൾ ആ ഐക്കൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ കുറേ ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഫസ്റ്റുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും ഇമേജ് അങ്ങനൊരു സംഭവം. ഇമേജ് തൊട്ട് കഴിഞ്ഞാൽ ഇവിടെ ജനറലിൽ പോയി കഴിഞ്ഞാൽ ഇമേജ് കാണണമെങ്കിൽ എടുത്തു പോകാം. അപ്പോൾ നമുക്ക് തൊട്ട് കഴിഞ്ഞാൽ തന്നെ ബാക്കെത്തിയാണെന്ന് മനസ്സിലാക്കാം. കാരണം വെച്ചാൽ ബാക്കിലുള്ള നേരത്തെ ഉണ്ടായ ഫോട്ടോ പറഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വേഗം വിസിബിൾ കൊടുത്തിട്ട് അവിടെയുള്ള ഇമേജ് ഓൺ ആക്കിയിട്ട് ഇവിടെ ഈ സ്ഥലത്തിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ യൂസ് ഡിഫോൾട്ട് ഇമേജ് ഉണ്ടോ, പിക്ക് ഇമേജ് ഉണ്ടോ. അപ്പോൾ നമുക്ക് പിക്ക് ഇമേജ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഫോട്ടോ എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ജോക്കറിൻ്റെ ഫോട്ടോ എടുത്തിട്ട് അപ്പോൾ ആ ഫോട്ടോ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ നന്നായിട്ട് കാണാൻ പറ്റും. ഇനി ഇതിൻ്റെ ഉള്ളിലുള്ള ഫോട്ടോ എങ്ങനെ വെക്കണമെന്ന് വെച്ചാൽ ഇവിടെ മൂന്നാമത്തെ ഇമേജിൽ തൊടുക. തൊട്ട് കഴിഞ്ഞാൽ ഇവിടെ ജനറൽ പോയിട്ട് ഈ വിസിബിൾ ഒന്ന് തൊട്ട് പോകാം. അപ്പോൾ എവിടെയാണ് പോയാൽ നോക്കാം. ഇവിടുത്തെ സൈഡിലുള്ളതാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ആടെ എന്ത് വേണോ എന്താ വേണ്ടത് അപ്പോൾ അല്ലാതെ ചെയ്യാൻ പറ്റും. അതിനാ അഞ്ചാമത്തെ സാധനം പാർട്ടിക്കിൾസിൻ്റെ അടിയിലുള്ള സംഭവമാണ് നമ്മൾക്ക് വേണ്ടത്. അപ്പോൾ അത് തൊട്ട് കഴിഞ്ഞാൽ ഒക്കെ പോകുന്ന കാണാൻ പറ്റും. അത് വിസിബിൾ പോയി കഴിഞ്ഞാൽ ടിക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ വിസിബിളിൽ ടിക്ക് കൊടുക്കുക. എന്നിട്ട് ജനറൽ ബോക്സ് എന്നിട്ട് ഇമേജ് തൊട്ടിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ആ ബോക്സ് ക്ലിക്ക് ചെയ്തിട്ട് പിക്ക് ഇമേജ് കൊടുക്കുക. പിക്ക് ഇമേജ് കൊടുത്തിട്ട് ഒരു ഇമേജ് എടുക്കുക, ഞാൻ കൊടുക്കുക. സംഭവമായി ഇതാണ്. പക്ഷേ ആ ജസ്റ്റ് എന്ന ഇമേജ് മറ്റേ ഇമേജ് ആക്കി കൊടുക്കാം. അപ്പോൾ നമ്മളെ സംഭവമായിട്ടുണ്ട്, സ്പെക്ട്രം ആയിട്ടുണ്ട്. അപ്പോൾ ഇനി അങ്ങനെ സേവ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇവിടെ മോഡിൽ നിങ്ങൾക്കൊരു ഐക്കൺ കാണാൻ പറ്റും, ഡൗൺലോഡിൻ്റെ പോലത്തെ. അത് നേരെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഫയലിൻ്റെ നെയിമോ എല്ലാം ചെയ്യാൻ പറ്റും. നെയിം എഡിറ്റ് ചെയ്യാൻ പറ്റുമല്ലേ. അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റാർട്ട് അറ്റ് 0 സെക്കൻഡ്സ്, എൻ്റെ 3.24 സെക്കൻഡ്സ് തന്നെ ഉണ്ടാവും. അതൊന്നും നിങ്ങൾ നോക്കുന്ന ആവശ്യമില്ല. നേരെ വേഗം അങ്ങ് എക്സ്പോർട്ട് ചെയ്യാം. പക്ഷേ അതിന് മുമ്പ് നിങ്ങൾ നോക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ഹൈഡ് ആപ്പ് ലോഗോ എന്നുണ്ടാവും. ആ ഹൈഡ് ആപ്പ് ലോഗോ അങ്ങ് ക്ലിക്ക് ചെയ്യാം, ടിക്ക് കൊടുക്കുക, എന്നിട്ട് എക്സ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്തുള്ള ലോഗോ അങ്ങ് പോയി കിട്ടും. എന്നിട്ടൊരു കുറച്ച് സമയം എടുക്കും ഇതൊന്ന് ഡൗൺലോഡ് ആയി കിട്ടാൻ വേണ്ടിയിട്ട്. ഈ പാട്ട് ഫുള്ള് പാടിക്കഴിഞ്ഞാലും എടുക്കുന്നു, കുറച്ച് സമയം എടുക്കും എന്തായാലും ഇതൊന്ന് ഡൗൺലോഡ് ആകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്ര നേരം നമ്മൾ കാത്തിരിക്കേണ്ടതാണ്. അപ്പോൾ ഫ്രണ്ട്സ് നമ്മളെ വീഡിയോ ആയിട്ടുണ്ട്.
സ്പെക്ട്രം വീഡിയോ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്ന സാധനം ഗാലറിയിൽ നമ്മൾ ഫോട്ടോസിൽ ഡൗൺലോഡ്സ് പോയി കഴിഞ്ഞാൽ ഇത് കിട്ടുന്നതായിരിക്കും. വേഗം ഡൗൺലോഡ്സിൽ പോവുക. ഡൗൺലോഡ്സ് പോയി കഴിഞ്ഞാൽ നമുക്കിത് കിട്ടുന്നതായിരിക്കും. അപ്പോൾ സംഭവം വർക്കായിട്ടുണ്ട്, സംഭവം അടിപൊളിയാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ പാട്ടിൻ്റെയും ഈ ആപ്ലിക്കേഷൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ പോയി ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. പിന്നെന്നോ, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായി ലൈക്ക് ചെയ്യണം. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ഒരിക്കലും സപ്പോർട്ട് ചെയ്യണം ഗൈസ്. സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരും തൊട്ടത്തുള്ള ബെല്ലൈക്കൺ കൂടി തന്നെ ഇട്ടേക്കണം. അപ്പോൾ ഗൈസ് നമുക്ക് അടുത്ത വീഡിയോ കാണാം. അടുത്ത വീഡിയോ കാണുന്നത് ഇറ്റ്സ് മീ ആർനോൾഡ് സൈനിങ് ഓഫ്. ബൈ.